ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 25 ബുധനാഴ്ചയാണ്. ഇന്നലത്തെ നിഫ്റ്റിയിലേക്ക് വരാം. 25,000 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് എങ്കിലും 25,300 മുകളിലായിട്ട് ടച്ച് ചെയ്തിരുന്ന, അതായത് ഡേ ഹൈയിൽ 25,317 ടച്ച് ചെയ്തെങ്കിലും പിന്നീട് നല്ലൊരു ഫോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഡേ ഹൈയിൽ നിന്നും ഏകദേശം 300 പോയിന്റ്സിന്റെ ഒരു ഫോൾ ഇന്നലെ നമ്മൾ നിഫ്റ്റിയിൽ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. ചൊവ്വാഴ്ച US ഓഹരികൾ 1% ഉയരുകയുണ്ടായി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള താൽക്കാലിക സമാധാനത്തിൽ നിക്ഷേപകർ സന്തുഷ്ടരായിരുന്നു. നാസ്ഡാക്ക് കോമ്പോസിറ്റിന്റെ ഭാഗമായ നാസ്ഡാക്ക് 100 എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി, അതായത് ഓൾ ടൈം ഹൈ ലെവലിലെത്തി. ഇനി S&P 500 ഫെബ്രുവരി 19 ഓൾ ടൈം ഹൈ ലെവലായ 6,147 ടച്ച് ചെയ്യുന്നത്. അതായത് ഓൾ ടൈം ഹൈക്ക് വളരെ അരികിലാണ് ഇപ്പോൾ S&P 500 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഉണ്ടായിരുന്നത് ജെറോം പവലിന്റെ സ്പീച്ച് തന്നെയായിരുന്നു. US ഹൗസ് ഫിനാൻഷ്യൽ സർവീസ് കമ്മിറ്റിയോട് സംസാരിക്കവേ ജെറോം പവൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ തിടുക്കം കാണിക്കുന്നില്ലെന്ന് പറയുകയുണ്ടായി. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് സമീപകാല താരിഫ് വർധനവ് സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ജൂലൈയിൽ ഫെഡ് നിരക്കുകൾ കുറയ്ക്കാൻ ഏകദേശം 20% സാധ്യതകൾ മാത്രമാണുള്ളത്. സെപ്റ്റംബറിൽ ആദ്യ നിരക്ക് കുറയ്ക്കാൻ ഏകദേശം 70% സാധ്യതയും വിപണി കാണുന്നുണ്ട്. ഇനി ഇന്നലെ മുഴുവൻ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം കനത്ത കുതിപ്പിന് കാരണമായത് തിങ്കളാഴ്ച രാത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതോടുകൂടിയാണ്. എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വില ഇന്നലെ കുറഞ്ഞു. ഇത് എനർജി സ്റ്റോക്കുകൾ ഇടിയാൻ കാരണമായി. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1% മുകളിൽ നേട്ടത്തിലും വിപ്രോ 1.6% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.52% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.16% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.83% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്നലെ UK മാർക്കറ്റ് മാത്രമാണ് ചെറിയൊരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ജർമ്മൻ മാർക്കറ്റ് 1.5%, ഫ്രാൻസ് മാർക്കറ്റ് 1% മുകളിലും ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഏകദേശം 1.5% ഇടിവാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 72,760 രൂപയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ നമ്മുടെ ഓൺലൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ മെസ്സേജ് അയയ്ക്കാം. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ വിപണി ഇടിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് തിങ്കളാഴ്ച രാത്രി പറഞ്ഞത്. അതിനുശേഷം US ഫ്യൂച്ചേഴ്സും ഇന്ത്യൻ വിപണിയും അതുപോലെ ഏഷ്യൻ വിപണികളെല്ലാം കുതിച്ചുയരുകയുണ്ടായി. പിന്നീട് ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ ലംഘിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്ത്യൻ വിപണി ഇടിയുകയുണ്ടായി. കൂടാതെ മന്ത്ലി എക്സ്പയറിക്ക് മുന്നോടിയായുള്ള ഒരു വൊളറ്റാലിറ്റി കൂടിയാണ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയുള്ളത് അധിക പണലഭ്യത നിയന്ത്രിക്കാൻ ബാങ്കുകളിൽ നിന്ന് 1 ലക്ഷം കോടി രൂപ പിൻവലിക്കാൻ RBI ഒരുങ്ങുന്നു. വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ എന്ന പ്രത്യേക രീതി ഉപയോഗിച്ച് വെള്ളിയാഴ്ച ബാങ്കുകളിൽ നിന്ന് RBI 1 ലക്ഷം കോടി രൂപ പിൻവലിക്കും. ഇനി ഈ VRRR എന്താണെന്ന് കൂടി പറയാം. ബാങ്കുകൾ അവരുടെ അധിക പണം RBIയിൽ ഹ്രസ്വകാലത്തേക്ക് നിക്ഷേപിക്കുകയും ബിഡിംഗ് വഴി പലിശ നേടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. കൂടാതെ ജൂൺ 13 കണക്കനുസരിച്ച് അധിക പണം 3.62 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഒരു കണക്ക് കൂടിയാണിത്. നേരത്തെ 2025 ജനുവരി മുതൽ പണമുഴക്ക് മെച്ചപ്പെടുത്തുന്നതിനായി RBI ബാങ്കുകൾക്ക് 9.5 ലക്ഷം കോടി രൂപ നൽകിയിരുന്നു. ഇപ്പോൾ പണം തിരികെ വാങ്ങാനുള്ള ശ്രമത്തിലാണ് RBI ഉള്ളത്. ഇനി ഇത്തരത്തിൽ എക്സസ് ആയിട്ടുള്ള ആ ഒരു മണി വിഡ്രോ ചെയ്യുന്നത് എത്തരത്തിലാണ് ബാങ്ക് നിഫ്റ്റിയെ ബാധിക്കുക എന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ബാങ്കിങ് സംവിധാനത്തിൽ നിന്ന് RBI അധിക പണം പിൻവലിക്കുമ്പോൾ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിക്ഷേപിക്കാനോ വായ്പ നൽകാനോ ഉള്ള സൗജന്യ പണലഭ്യത കുറയും, അതായത് ലിക്വിഡിറ്റി കുറയും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഷോർട്ട് ടേമിലേക്ക് നെഗറ്റീവ് ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നിരുന്നാലും മീഡിയം ടേമിലേക്ക് അതൊരു പോസിറ്റീവ് ആവാനും സാധ്യതയുള്ള വാർത്ത തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നും വരുന്ന ദിവസങ്ങളിൽ നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ടാറ്റ മോട്ടോഴ്സിന്റെ അനുബന്ധ സ്ഥാപനമായ JLR പുതിയ US താരിഫുകൾ കാരണം JLR 1.6 ബില്യൺ പൗണ്ട് നഷ്ടം നേരിടുന്നു. പുതിയ താരിഫുകൾ JLR പോലുള്ള കമ്പനികൾക്ക് USൽ കാറുകൾ വിൽക്കുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചതാണ് ഇതിന് കാരണമായത്. ഇതിനിപ്പോൾ JLRന് ചെയ്യാൻ കഴിയുക അവരുടെ കാറിന്റെ വില ഉയർത്തുക എന്നതാണ്. പക്ഷേ അത് അവരുടെ വിൽപ്പനയെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുവഴി ലാഭം കുറയാനും സാധ്യതയുണ്ട്. എന്തായാലും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണിത്. അടുത്തത് HALനെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. 2026 മാർച്ചോടെ
ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കുറഞ്ഞത് 6 തേജസ് യുദ്ധവിമാനങ്ങളെങ്കിലും വിതരണം ചെയ്യുമെന്ന് HAL ചെയർമാൻ അറിയിച്ചു. അടുത്തത് സുന്ദരം ഫിനാൻസ് എന്ന കമ്പനിയാണ്. ബ്ലോക്ക് ഡീൽ വഴി ഇന്ത്യൻ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ് ലിമിറ്റഡിന്റെ 5% ഓഹരികൾ വാങ്ങാൻ സുന്ദരം ഫിനാൻസ് ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് IRCTC എന്ന കമ്പനി 2025 ജൂലൈ 1 മുതൽ ഇന്ത്യൻ റെയിൽവേ എല്ലാ പാസഞ്ചർ ക്ലാസുകളുടെയും രാജ്യവ്യാപകമായി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. അടുത്തത് PTC ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. PTC ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ സ്ഥാപനമായ ആഗോളതലത്തിൽ മുൻനിര എയറോസ്പേസ് കമ്പനിയായ സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിനുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ടിറ്റാഗ്ര റെയിൽ എന്ന കമ്പനി മാത്രമാണ്. ഇനി ആർക്കെങ്കിലും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഓൺലൈൻ എഡ്യൂക്കേഷണൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. 2 ബാച്ചുകളാണ് നിലവിൽ നമുക്കുള്ളത്. ഒന്ന് റെഗുലർ ബാച്ചും പിന്നെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന നമ്മുടെ വീക്കെൻഡ് ബാച്ചുമാണ്. ഈ ഒരു കോഴ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകളെ കുറിച്ച്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടിയുള്ളത് HDFC ബാങ്കിന്റെ സബ്സിഡറി ആയിട്ടുള്ള HDB ഫിനാൻഷ്യൽ സർവീസ് ഇന്ന് IPO ഓപ്പൺ ആവുകയാണ്. IPO വഴി 12,500 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 5,266 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 5,209 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സെല്ലിങ്ങിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.19% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.39% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.62% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.84% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.28% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,168 എന്ന നിലയിലാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 90 മുതൽ 100 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. ഇന്നലെ നിഫ്റ്റി അതിശക്തമായ നിലയിലായിരുന്നു ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി ഒരു കനത്ത ഫോൾ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 25,044-ൽ 72 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയിലേക്ക് വന്നാൽ ഇന്നലെ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, അതിന് മുകളിലായിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചത്. ഒരു സമയത്ത് നല്ല പോസിറ്റിവിറ്റിയിലായിരുന്നു. ഏകദേശം 1.3% നേട്ടത്തിലുമായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടിവ് തന്നെയായിരുന്നു. ഒടുവിൽ ഒരു റെഡ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. പക്ഷേ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നത് നമുക്കൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. അതിന് താഴെയായിട്ട് ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ പിന്നീട് വീണ്ടും നമുക്കൊരു സൈഡ് വൈസ് മാർക്കറ്റ് വീണ്ടും കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 24,700 താഴെയായിട്ട് പിന്നീട് ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ബിയറിഷ്നെസ്സിന്റെ സാധ്യതകൾ വർദ്ധിച്ചു എന്ന് നമുക്ക് വിലയിരുത്താം. കൂടാതെ അതിന് മുകളിലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട മറ്റൊരു ലെവൽ കൂടിയുള്ളത് 24,900 മുതൽ 24,800 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിൽ ഇന്നത്തെ ഹൈ ആയിട്ടുള്ളത് 25,317 ആണ്. അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല 25,200 മുകളിൽ പോലും ഒരു ഡെയിലി ക്ലോസിംഗ് വെക്കാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അപ്സൈഡിലെ ഈ ഒരു 25,200, 300 ലെവലിനൊക്കെ മുകളിലായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് നിഫ്റ്റിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 25,050-ൽ 37% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 28% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,000 സ്ട്രൈക്കിൽ 12% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 18% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,100 സ്ട്രൈക്കിൽ 111% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 78% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് 25,050-ലും 25,100 സ്ട്രൈക്കിലുമാണ്. എന്നാൽ 25,000 സ്ട്രൈക്കിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,462-ൽ 402 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത് ഒരു ഹൈ വേവ് അഥവാ ഒരു ഡോജി കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ ആ ഒരു അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ഇന്നലെ ബ്രേക്ക് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിന് താഴെയായിട്ട് തന്നെയാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഡൗൺ സൈഡിൽ വാച്ച് ചെയ്യേണ്ടത് 55,970 തന്നെയാണ്.
അപ്സൈഡിലേക്ക് വന്നാൽ 56,634 ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. അതിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ 57,400 ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 56,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,000 ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.